ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് അപ്രതീക്ഷിതമായി എൻ്റെ ഒരു ഫ്രണ്ടും മോനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് നമ്മൾ വേറൊരു ഫ്രണ്ടിനെ കാണാൻ പോകാമെന്നൊക്കെ തീരുമാനിച്ചു. അങ്ങനെ പോയിട്ടുണ്ടായി. അപ്പം ഇൻട്രോ ഞാൻ ലാസ്റ്റാണ് കേട്ടോ എടുക്കുന്നത്. കാരണം വന്നേമ്പാട് വീഡിയോ ഒന്നും എടുക്കാൻ വലിയൊരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരിക്കില്ല. എന്താ വെച്ചാൽ നമ്മൾ കുറേ കാലത്തിന് ശേഷം കാണുകയാണ്, എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുകയാണ്. അന്നേരം പിന്നെ പെട്ടെന്ന് വീഡിയോ എടുക്കേണ്ട കാര്യമൊക്കെ മറന്നു. ഇപ്പോൾ ലാസ്റ്റാണ് ഇൻട്രോ എടുക്കുന്നത്. ചോറുന്നാലോ തകടു ഹായ് അപ്പം നമ്മളിന്ന് ഫുഡൊക്കെ പുറത്തുനിന്നാണ് കേട്ടോ. നീ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങാൻ വിചാരിച്ചു. മന്തിയും അൽഫാമും ഒക്കെയാണ്. യെസ്, ഞങ്ങളുടെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുക. അത് കഴിഞ്ഞ് ഗൈസ് കോലൊക്കെ നല്ല അലമ്പായിട്ടുള്ളത്, ഫ്രഷ് ആയിട്ടില്ല. ഇനിയിപ്പോൾ ഫ്രഷ് ആയിട്ടാണ് ഞങ്ങൾക്ക് കൽപ്പറ്റ പോകാനുണ്ട്. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടിനെ കാണാൻ പോകാനുണ്ട്. അപ്പം മെയിനായിട്ട് അതായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ കൂടുന്നത്. അപ്പം ഒന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൾ രാവിലെ വന്നിരിക്കുന്നു കേട്ടോ. ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ വ്ളോഗ് എടുത്തിട്ടില്ല. കാരണം നമ്മളെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ വ്ളോഗും കൂടെ ആയിട്ട് നമുക്ക് ഒരു ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ വ്ളോഗൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. ഇതൊക്കെ തന്നെയാണ് പരിപാടി. ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇവിടുന്ന് മാറ്റിയിട്ട് ഇറങ്ങുന്നതായിരിക്കും. ഞങ്ങൾ എന്താ പറയുക, ഒരു 8ാം ക്ലാസ് തൊട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ കുറച്ച് ആൾക്കാരും കൊണ്ടിട്ടോ. ഒരു 6-7 ആൾ കൂടുന്നൊരു ഗ്യാങ്ങാണ് ഞങ്ങളത്. അപ്പം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അതന്നെ ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യമാണ്. അപ്പം ഇനിയിപ്പോൾ ഇതാ ഫുഡും കൂടെ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ. അപ്പം മന്തിയും അൽഫാമുമാണ് കേട്ടോ. അപ്പം ഇതും കൂടെ കഴിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതായിരിക്കും. അപ്പം നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ നെയ്യും മക്കളൊക്കെ പുറത്തുണ്ട്. അപ്പം ഇനിയിപ്പം പോകണം. ഇറങ്ങി വാതിൽ കൂട്ടി ഇറങ്ങി നോക്കട്ടെ. കരിമ്പോ അപ്പം പോവാ. അപ്പം വാതിലൊക്കെ പൂട്ടി ഇറങ്ങിയ സമയത്ത് ജുമാനും റിൻസും വിളിച്ചിട്ട് കരിമ്പ് വേണമെന്ന്. സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ നാട്ടോ കരിമ്പ്, പേരക്ക, അങ്ങനത്തെ എല്ലാ സാധനം ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്നായിരുന്നു നമ്മൾ എന്താ പറയുക കഴിക്കാറ്. ഇപ്പം ഇറങ്ങാൻ നേരത്ത് വിളിച്ചിട്ട് വേണം കരിമ്പ് വേണമെന്ന്. അങ്ങനെ പിന്നെ കരിമ്പ് എന്തായാലും വെട്ടാമെന്ന് വിചാരിച്ചു. എന്തായാലും ഒരു വഴിക്ക് പോകുന്നല്ലേ, അപ്പോൾ ഒരു പൂതി പറഞ്ഞല്ലേ. പിന്നെ വിചാരിച്ചു കരിമ്പ് എന്തായാലും വെട്ടാം. കരിമ്പ് എന്ന് പറയാനൊന്നുമില്ല, ഒക്കെ മറ്റേ എല്ലതും ഒരുപോലെയാണ് ഉള്ളത്. അപ്പം ഇതും വന്ന് നമുക്ക് ഈ ഒരു പീസ് വെട്ടി അങ്ങ് എടുക്കാം. അപ്പോൾ ഇതാ ഗൈസ്, കരിമ്പൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതൊരു ചെറിയ കഷ്ണമൊക്കെ ആക്കിയിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അതായത് നമുക്ക് ബേക്കറിയിട്ട് കൊണ്ടുപോകാൻ അധികം എളുപ്പം. ഉണ്ടായതിനു ശേഷം കുറവാ. അതല്ലാണ്ട് പിന്നെ നിങ്ങൾ ഫ്രണ്ടായിട്ട് അതിനെ ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ല. അത് എനിക്ക് എന്റെ ചിന്നുനെയും പാത്തുനെയൊക്കെ പോലെ ആണ്. സോ നമ്മൾ പണ്ടുപോയ ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നു നമുക്ക് വ്ളോഗ് എടുക്കുകയാണെങ്കിൽ അങ്ങോട്ടൊക്കെ പോയിട്ട് എടുക്കാന്ന്. നമ്മൾ പണ്ട് അതിക്കൂടെയൊക്കെ നടന്നിക്കില്ലേ, ഈ തോട്ടത്തിൽ കൂടെയൊക്കെ ഒരിക്കൽ വന്ന് വീണ് ഉരുണ്ടതൊക്കെ ഓർമ്മയില്ല. അപ്പം അതൊക്കെ എടുക്കാന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ അത് വിചാരിച്ചിരുന്നു. പക്ഷെ എങ്കിലും ടൈമില്ല. ഇനിയിപ്പോ നമുക്ക് പോയിട്ട് വരാം. വ്ളോഗ് എടുക്കുന്നുണ്ട് ഇപ്പുറത്തുനിന്ന് ഒരാള് വ്ളോഗറിനെയാ ചെല്ലി. ഓ എന്താണ്ട് എന്തോ പറയുന്നുണ്ട്. ജയ്യാപ്പിക്ക് കരിമ്പിനാ കരിമ്പ് വേണാ? ചെത്തിക്കില്ലട പൊന്നെ, ഇത് ചെത്തിക്കില്ല. വരും വീഡിയോയിൽ പറയാം. ലൈസൻസ് ആവശ്യമാണ്. അപ്പം ഞങ്ങളിവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ പോവാണ്. ഇനിയിപ്പോൾ നേരെ ഫ്രണ്ടിനെ കാണണം. അത് കഴിഞ്ഞ് കൽപ്പറ്റ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം നീയും മോളും കൂടി തന്നെ നടക്കുന്നു. നീ താക്കോ വെച്ചയാ. എനിക്ക് അങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീയാ ഇങ്ങോട്ടൊക്കെ ചെയ്യൂ. ചെയ്യാപ്പി ഹൈ, ഇതാരാണ്? അപ്പം നമ്മൾ ബേബിക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിലേക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം കാണാൻ പോവുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ എന്താ പറയുക 4th ബേബിയാണ്. അതായത് ഞങ്ങളെ ഗ്യാങ്ങിലെ 4th ബേബിയാണ്. നമ്മൾ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനെയും കൂടെ കയറിയതാണ് കേട്ടോ. അപ്പം ഇതാ ഈ ഒരു വിവാൻ എന്നൊരു ഷോപ്പിൽ നമ്മൾ കയറുന്നത്. അങ്ങനെ ഇപ്പം ഡ്രസ്സും എടുത്തിട്ട് ഞങ്ങൾക്ക് നേരെ അങ്ങോട്ടേക്ക് പോകണം. വാങ്ങണമെന്ന്. എനിക്ക് ഇങ്ങനത്തെ വണ്ടിയാണ് വേണ്ടേ? സൈക്കിളുണ്ട് വേണ്ട.
ഗിഫ്റ്റ് കൊടുക്കാനാ. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഇതിനെക്കാട്ടി കുറച്ചും കൂടെ നല്ല ഇതാ തോന്നുന്നു. എനിക്ക് വണ്ടി നോക്കിയാ ഇഷ്ടായാ? ഇവിടെയല്ലേ വണ്ടി നോക്കുന്ന? നമുക്ക് വണ്ടി വാങ്ങവാ. ഇതിന്റെ ബ്ലൂ ആണ് ഈ ഓറഞ്ച് കളർ എടുത്തിട്ടൊന്ന് പുറത്ത് വെക്കണോ? ഞങ്ങൾ ഇപ്പൊ വരാം കേട്ടോ. നമുക്ക് ബേബീനെ കണ്ടു വരുമ്പോ എടുക്കാം. ഈ ഓറഞ്ച് എടുത്ത് ആർക്കും കൊടുക്കരുത് കേട്ടോ, പുറത്ത് വെക്കണേ. ഇതിലെ വന്ന ഇവളെ കല്യാണത്തിന്, ജുമാനാന്റെ കല്യാണത്തിനാണ് ഞാൻ വന്നത്. പിന്നെ ഞാൻ ഇങ്ങോട്ട് ഈ വഴിക്ക് വന്നിട്ടില്ല. സിയാപ്പി ഉറങ്ങി. നീയും വ്ലോഗ് എടുക്കുന്ന. ഞങ്ങൾ ഈ വഴിക്ക് വന്നിട്ട് ഏതാണ്ട് ജൂൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം എത്രയായി? ജൂൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞാ? 1 കൊല്ലം കഴിഞ്ഞ. ആ കല്യാണത്തിൻ്റെ സമയത്തല്ലേ? ആ കല്യാണത്തിൻ്റെ ടൈമിലല്ലേ ഷനൂക്ക ഇല്ല, ആ ഒരു ടൈമേ. അപ്പം ഞങ്ങളിപ്പോൾ പുറയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജയ്യു ബസ്സിൽ നിന്ന് തന്നെ ഉറങ്ങിപ്പോയിക്കേനു. അപ്പം ഇതാ ഓര് വരുന്നുണ്ട്. ഇപ്പം അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. മുന്നേ വന്ന സമയത്ത് റോഡ് ഇങ്ങനെയല്ലേനു. നമ്മൾ മുന്നേ വന്ന സമയത്ത് റോഡ് ഇങ്ങനെയല്ല. ഇപ്പോൾ റോഡ് നന്നാക്കിയിട്ടുണ്ട്. എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് അല്ലേ? നമ്മൾ അവളുടെ വീട്ടിലേക്ക് എത്താനായി. ജൂന്റെ പോലെ ആ കാണുന്നത് കുട്ടീനെ പഠിപ്പിക്കരുത്. വെള്ളമല്ല, റിൻഷാണ് കാണിച്ചത്. റിൻഷാനെ കണ്ടിട്ട് കുറേ എന്തെന്നാ റിൻഷ. ചൂടത്ത് വെള്ളം നോക്ക്. ഇഞ്ഞ അതിനെ ഏൽപ്പിച്ചേ. ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, കത്തിന്റെ ആവശ്യം ഉണ്ട്. റിൻഷാക്ക് കത്തിന്റെ ആവശ്യമുണ്ട്. പള്ളി മതി. റിൻഷാന്റെ പല്ല് ഭയങ്കര സ്ട്രോങ് ആ. ആർക്കെങ്കിലും കരിമ്പ് അങ്ങനത്തെ കുറച്ച് കട്ടിയായിട്ടുള്ള സാധനങ്ങൾ ഇറക്കണം എന്നുണ്ടെങ്കിൽ റിൻഷാന്റെ പല്ലിലെ ബന്ധപ്പെടുക. നീ കുറെ ക്ലാസ് ഒക്കെ എടുത്തോണ്ടിരിക്കാനും. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. എന്തൊക്കെ പഠിപ്പിച്ചത്? കൊക്കിന്റെ കളർ എന്താ? ചെക്കല്ല, കൊക്ക്. ഞാനേ പറഞ്ഞു കൊക്കിന്റെ കളർ എന്താ? വെള്ള. കൊക്ക് എവിടെ ഇരിക്കുക? പ്രീ പ്രൈമറി മക്കളെ പഠിപ്പിക്കാൻ ആളാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കുക. തുറന്നിക്കില്ലടി, സീറ്റ് പോയി. ഞങ്ങളങ്ങനെ തൂക്കി വെക്കുന്ന കടയിൽ കയറിയതായിരുന്നു. അപ്പം നോക്കുമ്പോൾ അവിടെ കട ഓപ്പണല്ല. പിന്നെ എന്താ പറയുക, ഞങ്ങൾ പോയ സമയത്ത് പൂട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വന്ന പരിപാടി കഴിഞ്ഞു. അപ്പം ഞങ്ങളിപ്പോൾ കൽപ്പറ്റ വന്ന ഞങ്ങളെ പരിപാടി ഏതാണ്ട് തീർന്നിട്ടോ. നമ്മളോരോ ആവശ്യത്തിന് വേണ്ടി വന്നിരുന്നു. അപ്പം അതെന്തായാലും കഴിഞ്ഞ്. ഇനിയിപ്പം എന്താ പറയുക, എല്ലാവരും മിൽക്കോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം. പിന്നെ നമുക്ക് ആദ്യം ഒന്നെടുത്ത് തിന്നോക്കാം അല്ലേ? ഒന്നെടുക്ക്, എന്നിട്ട് പിന്നെ ഇഷ്ടമായ അതോ ചാടി കുട്ടിയില്ലാത്ത ആള് കുനിയിട്ടെടുക്കുക. അതെന്തിനാ എറിഞ്ഞെന്ന് മനസ്സിലാക്കിയോ? ഇത് കണ്ടിട്ട് നോക്കണം. വയനാട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ദുരന്തം, ഇതിനെല്ലാം ഞങ്ങൾ പിന്നോക്കമല്ല മുന്നോക്കമാണ്. അതോടൊപ്പം തന്നെ അവരെ അഭ്യസിപ്പിച്ചാണ്. ഞാൻ പഠിക്കാൻ പോയില്ലേ? അല്ല, എനിക്ക് ലൈസൻസിന് സമയത്ത് ഉമ്മാമ മെച്ചമുണ്ടായില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു. കിട്ടിയില്ലെങ്കിലും പോയിക്ക്. പക്ഷെങ്കിൽ കറക്റ്റ് സമയം അല്ല, കറക്റ്റ് അല്ല, എൻ്റെ സമയം മോശമായതുകൊണ്ട് ഒന്നും നടന്നില്ല. ഉണ്ടായുള്ളത് പിന്നെ കുട്ടി ബുദ്ധി ഉണ്ടാവില്ലേ? ഞാൻ പോയാൽ അപ്പം നമ്മൾ അവൽ മിൽക്ക് എന്നാ അവൽ മിൽക്കില്ലേ
റിൻഷാക്ക് ഒന്നും വേണ്ടെന്ന് പറയുന്നത്. റിൻഷ ഇപ്പൊ ഡയറ്റിലാണ്. ശരിയാ. അവിടുന്ന് കിൻഡർ ജോയ്ക്ക് വേണമെന്ന് കരഞ്ഞിട്ട് എടി ഇത് നമ്മളെ പണ്ടത്തെ സാധനം 2 കാണേ. ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ചടന്നു. ഇങ്ങനെ രണ്ട് മറ്റേ സാധനം. എടി ഇതിന്റെ പേരുന്ന ജിറാഫ്. പക്ഷെ ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടിയിരിക്കുന്ന ജയ്യാപ്പി ജയ്പ ജയ്പ അത് ജയ്പ റിൻഷാക്ക് ഞാൻ ഡെഡിക്കേറ്റ് കാണുന്നുണ്ടോ? മക്കൾക്ക് എന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ട് തിന്നുന്ന ബ്ലോഗിലൂടെ കണ്ട് മനസ്സിലാക്കിയാണ്. ഇതിനും വാങ്ങിയതാണ്. പക്ഷെ തിന്നുന്ന ആള് എവിടെ? നമ്മളെ 2 സ്ട്രോബെറിയും 1 മാംഗോയും മുൻകുറിക്കുന്നു. എന്റെ മാംഗോ 2 സ്ട്രോബെറി. എന്നാ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എനിക്ക് പറഞ്ഞോ. എന്നാ എനിക്ക് പറഞ്ഞു ഞാനിവിടുത്തെ ഷൂട്ട് ചെയ്യാം. കാണുന്നത് ബാക്ക് ക്യാമറയിലാണ് ക്ലിയർ ഉണ്ടാവുക. മാംഗോ ടേസ്റ്റ് ഉണ്ട്, സ്ട്രോബെറിയും ടേസ്റ്റ് ഉണ്ട്. ഓ ഉണ്ട് മാംഗോ. എനിക്ക് മാംഗോ ടേസ്റ്റ് ഉണ്ട്. ഞാൻ പക്ഷെ എപ്പോൾ മാംഗോയെ വാങ്ങുള്ളൂ. അതാണ് ഞാൻ വെറൈറ്റി പിടിച്ചത്. കുറച്ച് എടുക്കുക. കുത്തി ഇളക്കിയോ? മുട്ടയൊക്കെ മിക്സ് ആക്കി തരണം. എനിക്കതാ ഇഷ്ടം. എനിക്കിഷ്ടമല്ല അങ്ങനെ. എനിക്ക് അങ്ങനെ കുത്തി ഇളക്കാൻ സ്ട്രോബെറി ഇഷ്ടം. വേഗം വെക്കണം നിർബന്ധമില്ലടോ. ഏത് നല്ല ഭംഗിയുണ്ടല്ലേ, വാങ്ങാം. മോളെ അങ്ങോട്ട് എടുക്ക. റിൻഷ ബാഗ് വേണം. ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. ഇതായിപ്പോൾ വന്ന് കയറിയിട്ടേ ഉള്ളൂ. സമയം 6:30 ഒക്കെ ആയി തോന്നുന്നു കേട്ടോ. ഇനി എന്താ പറയുക, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. ബൈ.